ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിന്റെ ഏറ്റവും ഭീതിജനകമായ അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മഹായുദ്ധത്തിന്റെ വക്കിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക ഭദ്രതയെ പാടെ തകർക്കുന്ന തരത്തിൽ ആക്രമണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടെഹ്റാന് തെക്ക് ഭാഗത്തുള്ള ടോൺ ഗുഡ്യാൻ എണ്ണ ശുദ്ധീകരണ ശാലയ്ക്ക് നേരെ നടത്തിയ ഇസ്രയേൽ ആക്രമണം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആകാശത്തേക്ക് ഉയരുന്ന ഭീമാകരമായ അഗ്നിനാളങ്ങൾ ഇറാന്റെ ആധുനിക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തകർച്ചയുടെ അടയാളമായി മാറപ്പെടുന്നു. ഇറാന്റെ സൈന്യത്തിന് ആവശ്യമായ ഇന്ധനം വിതരണം ചെയ്യുന്ന ഈ കേന്ദ്രം തകർത്തതിലൂടെ അവരുടെ സൈനിക നീക്കങ്ങളെ സ്തംഭിപ്പിക്കാനാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടത്. ഇറാന്റെ നട്ടെല്ലായ എണ്ണ മേഖലയ്ക്ക് നേരെയുള്ള ഈ ആദ്യ പ്രഹരം വരും ദിവസങ്ങളിൽ ലോക വിപണിയെയും ആഗോള സമാധാനത്തെയും എങ്ങനെ ബാധിക്കുമെന്ന ഭീതിയിലാണ് മനുഷ്യരാശി. മറ്റൊരു പ്രധാന ആശങ്ക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകളാണ്. ഇറാന്റെ മണ്ണിൽ അമേരിക്കൻ കരസേനയെ വിന്യസിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ താൽപര്യം കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ പരാജയത്തിന് ശേഷം ഇനിയൊരു വിദേശ മണ്ണിൽ അമേരിക്കൻ സൈന്യം കാലുകുത്തുന്നത് ലോകത്തിന് താങ്ങാനാകില്ല. വെനിസ്വലയെ നിയന്ത്രിക്കുന്നത് പോലെ യുദ്ധാനന്തര ഇറാന്റെ ഭരണം പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ മോഹം വെറും സ്വപ്നമല്ല, മറിച്ച് ലോകക്രമത്തെ തന്നെ അട്ടിമറിക്കാവുന്ന ഒന്നാണ്. ഇറാന്റെ അടുത്ത പരമാധികാരിയെ തീരുമാനിക്കുന്നതിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ടാകുമെന്നും തങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ ജനാധിപത്യം പോലും നോക്കാതെ അവരെ വാഴിക്കുമെന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവന ഏകാധിപത്യപരമായ ഒരു ഭാവിയാണ് സൂചിപ്പിക്കുന്നത്. സഖ്യകക്ഷിയായ ബ്രിട്ടനെ പരിഹസിക്കുന്ന ട്രംപിന്റെ രീതികൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ഐക്യത്തെ പോലും ചോദ്യം ചെയ്യുന്നു. യുദ്ധം കേവലം ഇറാനിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നതാണ് വാസ്തവം. ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ളയും ഇറാനും ചേർന്ന് നടത്തുന്ന ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ഏതു നിമിഷവും വൻ സ്ഫോടനത്തിലേക്ക് നയിച്ചേക്കാം. അതേസമയം ഇസ്രയേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യ ഇടപെടുന്നതായിട്ട് US മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തു കഴിഞ്ഞു. ഇറാന് പരോക്ഷമായ പിന്തുണ നൽകിയാണ് റഷ്യയുടെ ഇടപെടൽ എന്നാണ് റിപ്പോർട്ട്. യുദ്ധക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും നേരെ ആക്രമണം നടത്തുവാൻ തങ്ങളുടെ തന്ത്രപ്രധാനമായ പങ്കാളിയായി ഇറാനെ സഹായിക്കുന്നതായിട്ട് റഷ്യ ഇന്റലിജൻസ് വിവരങ്ങൾ നൽകുന്നുണ്ട് എന്ന് വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്തു. ഇതും വലിയ ഭീതിയാണ് ഉണ്ടാക്കുന്നത്. അമേരിക്കയുടെ ഈ അഹങ്കാരത്തിന് കടിഞ്ഞാണിടാൻ റഷ്യ ഇറങ്ങിയാലുള്ള അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രയേലിനെ എപ്പോൾ രക്ഷിക്കുന്നുണ്ടെങ്കിലും ആകാശത്തു നിന്നും പെയ്യുന്ന തീഗോളങ്ങൾ സാധാരണ ജനങ്ങളെ മരണഭീതിയിലാഴ്ത്തുകയാണ്. ദുബായിലെ ആഡംബര ഗോപുരമായ മരീന ടവറിന് മുകളിൽ ഇറാൻ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചതും ഒരാൾ കൊല്ലപ്പെട്ടതും ഈ യുദ്ധം എത്രത്തോളം വ്യാപകമാക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. വൻ ശക്തികൾ തമ്മിലുള്ള ഈ ബലപരീക്ഷണം ലോക സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ മേഖലയെയും ഒരുപോലെ തകർക്കും. ഈ പോക്ക് തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ മനുഷ്യരാശി ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വിനാശത്തിലേക്കായിരിക്കും നാം ചെന്നെത്തുക. ലോകമൊരു തീയുണ്ടയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ആരെയും ഭയപ്പെടുത്തുന്ന ഒന്നാണ്.